BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇ ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതിക്കെതിരെ എതിർപ്പുമായി കേരയിൽ വിരുദ്ധ സമരസമിതി രംഗത്തെത്തിയിരിക്കുകയാണ്. പദ്ധതിയെ എതിർക്കുമെന്ന സമരസമിതി കൺവീനർ എസ് രാജീവൻ വിശദമാക്കിയിട്ടുണ്ട്. പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ പദ്ധതിയുമായി മുന്നോട്ടു പോകരുതെന്ന് സമരസമിതി വ്യക്തമാക്കുന്നു. കേരളത്തിലെ സാഹചര്യത്തിൽ നിലവിലുള്ള റെയിൽവേ പാത ഇരട്ടിപ്പിച്ചാൽ മതി. ബ്രോഡ് ഗേജ് സംവിധാനത്തിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഗേജിലേക്കോ സ്റ്റാൻഡേർഡ് എലോണിലേക്കോ പോകേണ്ടില്ലെന്നും കേരയിൽ വിരുദ്ധ സമരസമിതി വിശദമാക്കുന്നുണ്ട്. കേരളത്തിൽ 100 കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന വന്ദേ ഭാരത് തെളിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലടക്കം കാര്യങ്ങൾ കൊണ്ടുവരും. മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായാൽ തങ്ങൾ അദ്ദേഹത്തെ കാണും, ചർച്ച നടത്തും. സിൽവർ ലൈൻ കാണേണ്ടതുപോലെയുള്ള സമരം വീണ്ടും ഇനി കാണേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പും കേരയിൽ വിരുദ്ധ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നു. ഇത് സംബന്ധമായി അടുത്ത ദിവസം ആലുവയിൽ യോഗം ചേരുമെന്നും കേരയിൽ വിരുദ്ധ സമരസമിതി വിശദമാക്കി. ഇ ശ്രീധരൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച നടത്തിയതോടെയാണ് വീണ്ടും അതിവേഗ റെയിൽ പാതയ്ക്കുള്ള നീക്കങ്ങൾക്ക് വേഗമേറിയിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 430 കിലോമീറ്റർ 3 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് ഓടിയെത്താവുന്ന പാതയാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. 4 വിമാനത്താവളങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടാകും പുതിയ പാത വരിക. പാതയുടെ ഏകദേശം 70% തൂണുകളിലൂടെയുള്ള എലിവേറ്റഡ് പാതയാകും. 20% ഭൂഗർഭ പാതയുമാകും നിർമ്മിക്കുക. മണിക്കൂറിൽ 200 കിലോമീറ്റർ ആകും പരമാവധി വേഗം. ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന നിർമ്മാണ ചെലവ് 86,000 കോടി രൂപയാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.